ഷാൻ മുന്നാസ് ബ്രോ. ഇന്നാണ് നാണിക്കാക്കൂൻ്റെ കല്യാണം. കണ്ടില്ലേ, മുറ്റ ആകെ പന്തലിട്ടു. എൻ്റെ അമ്മച്ചിൻ്റെ അഞ്ചനാണ് കേട്ടോ നാണിക്കാക്കു. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ കല്യാണം തുടങ്ങുന്നത്. പുതിയാപ്പിള പോവാനുള്ള വണ്ടിയാണ് കേട്ടോ നിർത്തിയേക്കണേ. മുന്നിലും ബാക്കിലും ഒക്കെ പന്തലിട്ടു. രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനും മുക്കും പന്തലിച്ചപ്പോൾ നാണിക്കാക്കൊന്ന് കൂടിട്ടോ. ഉച്ചക്ക് പുതിയണ്ണൻ്റെ വീട്ടിലാണ് കേട്ടോ കല്യാണം. അപ്പം ഞാനും മുക്ക റെഡി ആയിട്ടോ. ഇതാട്ടോ ഞങ്ങൾക്ക് ഇന്നലെ എടുത്ത ഡ്രസ്സ്. ഓ, പുതിയാപ്പ റെഡി ആവാൻ എടുത്തിട്ടോ. മാവേണ് മേക്കപ്പൊക്കെ ചെയ്തെടുക്കുന്നത്. ഈ മാമ തേക്കുന്ന സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നാണിക്കാക്കുനും മാമ അടിപൊളിയാക്കും. ഈ കാക്കുവാളൊക്കെ മാമാനെ വിട്ടിട്ടാണ് കേട്ടോ. നോക്കിനെ കണ്ടില്ലേ, ഓനും പുതിയ ഡ്രസ്സ് ഇട്ട് പുലിവനാണ്. ഇതാണ് വാവക്കാക്കു കുഞ്ഞുകാക്കു. ഈ ദിശ ഓള പുതിയ ഓളെപ്പോഴും മീനാവും. ഇപ്പം നാണിക്കാക്കുൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എത്തി. എല്ലാവരും നാണിക്കാക്കുന് മാറ്റിക്കൊടുക്കുന്ന തിരക്കില്ല. മോനെ പുതിയാപ്പിള അടിപൊളിയായി. ഇനി ഇന്ത്യ ഇക്കാൻ്റെ മേക്കപ്പ് അതൊന്നും നിങ്ങൾ കണ്ടു. ഇൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇന്നൊന്ന് നോക്കാണ്. ഇൻ്റെ ഒരു ചൊർക്കേ. പിന്നെ എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി ഇതുമൊക്കെ ചെയ്തു. കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ അവിടെ വന്നിട്ട്. പുതിയ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. അതിൻ്റെ ഒരു തിരക്കാണ് കേട്ടോ ഇവിടെ. അതൊക്കെ കഴിഞ്ഞ് പുതിയാപ്പിള വണ്ടിക്ക് ഞങ്ങൾ കാപ്പാപ്പാൻ്റെ ബസ്സിലാണ് കേട്ടോ പോണത്. ബസ്സാകുമ്പോൾ പിന്നെ എല്ലാവരും കൊള്ളുമല്ലോ. താത്തമ്മയും കുട്ടികളൊക്കെ കേട്ടോ ഈ കയറണത്. ഇക്കൊക്കെ എപ്പോഴോ ഇതിൽ കയറി സീറ്റ് അടിച്ചിട്ട് കേട്ടോ. ഈ ബസ്സിൻ്റെ ഉള്ളിലൊന്ന് നോക്കുകയാണെങ്കിൽ എത്ര വിധം ലേറ്റാ. ഡ്രൈവറാണെങ്കിൽ നല്ല അടിപൊളി പാട്ട് കൂടുന്നുണ്ട്. ഈ ബസ്സിലിരുന്ന് പോകാനെന്ത് എന്താ സുഖം. ഇതാട്ടോ നെല്ലിക്കുത്തിലെ സഫ ഓഡിറ്റോറിയം. ഇതിലാണ് ഞങ്ങൾക്കിന്ന് കല്യാണം ഉള്ളത്. ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ഞങ്ങളെ ബാക്കിൽ പുതിയാപ്പിള കാറും എത്തി. പുതിയാപ്പിള നല്ല ഉഷാറായിട്ട് ഇറങ്ങി. ഇന്നിവിടെ 2 കല്യാണട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിച്ചാണ് കേട്ടോ പോയത്. അവിടെ ഭക്ഷണം കഴിക്കാൻ വലിയൊരു ഹാളാണ്.
ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ സ്റ്റേജിൻ്റെ അവർക്കാണ് ചെന്നത്. അവിടെ ആണെങ്കിൽ എല്ലാവരും കസാല കുടിച്ചാലോ തിരക്കില്ല. എന്താ അവിടുത്തെ ഇതാ 2 പുതിയാപ്പാളും ഒപ്പം സ്റ്റേജിൽ കയറുന്നുണ്ടോ. ഇനി എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ്. എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. പുതിയണ്ണിൻ്റെ എൻട്രിയാണ്. കണ്ടോളിട്ടോ പുതിയണ്ണ പറഞ്ഞത് എന്താ സെറ്റപ്പ്. ഇനി ഞങ്ങളുടെ പരിപാടി എന്താ നിങ്ങളൊന്ന് നോക്കി. ഇനി അവിടെ കളിക്കണ പാറണ കല്ലാസൊക്കെ എടുത്ത് വലിച്ചെറിയാം. പിന്നെ എന്നിക്കാനാട്ടോ ഫോട്ടോ എടുക്കാൻ വിളിച്ചിരിക്കുന്നത്. എങ്ങനെ നിൽക്കണ്ടെന്നെ അറിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഹാളിൽ പോയി റെസ്റ്റ് എടുത്തു. പിന്നെ ഞാൻ നോക്കുമ്പോൾ നാണിക്കാക്കൂന് പുതിയണ്ണീനൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഓലൊക്കെ അങ്ങനെ ഫോട്ടോ എടുക്കട്ടെ, ഞാൻ അവിടെ പോയി. ഇമ്മച്ചിക്ക് അവിടുന്ന് നല്ല റോസാപ്പൂ കിട്ടി. ഔ ഇതിൻ്റെ ഒരു മണേ. വിഷമോളത് നോക്കി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളെ കളി സ്റ്റേജും കൂടിയാണ്. ഞങ്ങളെ സൈസിലെല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ കളിച്ചു. അതാ അവിടുത്തെ 2ാമത്തെ പുതിയെന്ന് പറ്റിട്ടോ. ഓലി ഫോട്ടോഗ്രാഫർ നല്ല ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ പുതിയാപ്പളിൻ്റെ ഫ്രണ്ട്സാണെന്ന് ഒക്കെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇനി പുതിയണ്ണിനെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവരും വണ്ടി കയറി. ഇതാ ഞങ്ങളെ വണ്ടിയും പോയാലെടുത്തി. ഞാനൊക്കെ മുമ്പ് തന്നെ സീറ്റ് പിടിച്ചിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തി. നല്ല തിരക്കൂടി കിട്ടും. എല്ലാവരും ഇവിടെ എത്തിയിരിക്കണം. വന്നേക്കണ ഞങ്ങൾക്ക് വെൽക്കം ജ്യൂസൊക്കെ കിട്ടി. പല ഫ്രൂട്ട്സിൻ്റെ ജ്യൂസുകളുണ്ടായിരുന്നു. ഇവരാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കുന്ന ആള്. പിന്നെ അതാ ഫുഡ് കഴിച്ചെല്ലാം. പുതിയതിൻ്റെ
വന്നാണ്. ഇതൊക്കെ ഞങ്ങൾ സബ്സ്ക്രൈബ്സാണ്. ഓലൊക്കെ വീഡിയോ എടുത്തപ്പോൾ സന്തോഷമായിരിക്കും. പിന്നെ കിട്ടിയതാ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു. മന്തിയും ബിരിയാണിയും കോഴിച്ചൊക്കെ. ഇനി ഞാനൊരു പൊടിയായിട്ട് പിടിച്ചിട്ട് വന്നവരൊക്കെ പിന്നെ പോലെടുത്തു. മേസും കസാലയൊക്കെ എടുത്തച്ച് ഞങ്ങൾ കളി തുടങ്ങി. ഇത് മോനോ ഞങ്ങളപ്പം കളിച്ചോണ്ടിട്ടോ. അല്ലാത്തവരൊക്കെ ഉപയോഗിക്കണം. ഞങ്ങളും പോവാനാണ്. അവസാനത്തെ ആൾക്കാർ ഞങ്ങളാണ് കേട്ടോ പോവാൻ. ഞങ്ങളെ സാധനങ്ങളെടുത്ത് ഞങ്ങൾ ഇറങ്ങലെടുത്തു. ഇപ്പം രാത്രി 11 മണിയൊക്കെ കേട്ടോ ടൈം. ഇപ്പം ഞങ്ങൾ പോട്ടെ. ബൈ ബൈ.